ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് ആദ്യം വേണ്ടത് നമുക്ക് മുട്ട തന്നെയാണ്. ബാക്കി ചേരുവകളൊക്കെ കാണിച്ചു തരാം. പൊടിയായിട്ട് അരിഞ്ഞ സവാള, 2 തക്കാളി പേസ്റ്റായിട്ട് ചേർക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം. പച്ചമുളക്, കറിവേപ്പില. ചട്ടി വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. നല്ലോണം വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് ചില ഉപ്പ് ചേർത്ത് കൊടുത്താൽ വേഗം അത് വഴഞ്ഞെടുക്കും. നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് നല്ലോണം വഴറ്റി എടുക്കാം. ഉള്ളി കൂടെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി പേസ്റ്റായിട്ട് ചേർത്താൽ വേഗം നമുക്ക് മസാല റെഡിയായിട്ട് കിട്ടും. ഇത് നല്ലോണം മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വഴറ്റിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പിടിച്ചു പോകും. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ ഇവിടെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിയും തക്കാളി ഇവിടെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മസാലപ്പൊടികൾ ചേർക്കുക. ആദ്യമായിട്ട് ഞാൻ മല്ലിപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. 1 സ്പൂൺ മല്ലിപ്പൊടി. നിങ്ങളുടെ സ്പൂണിൻ്റെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. ഇനി ഞാൻ മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. എൻ്റെ ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് ഞാൻ 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് പെരുംജീരകപ്പൊടി. ഇനി വേണ്ടത് ഗരം മസാല. ഞാൻ LGയുടെ കായത്തിൻ്റെ ബോട്ടിൽ പൊടിച്ച് നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ചട്ടിയിൽ വിട്ട് വരുന്ന പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിയ ചൂടുവെള്ളം ചേർത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാടങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കണ്ട. ഇതൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നല്ലോണം 1-2 തിള വരുന്നവരെ തിളപ്പിക്കാം. ഒന്ന് തുറന്ന് നോക്കാം. അങ്ങനെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട ഓരോന്നായിട്ട് ഉടച്ച് ചേർത്ത് കൊടുക്കാം. തിരി കുറച്ച് വെച്ചിട്ട് നമുക്ക് മുട്ട ഓരോന്നായിട്ട് ഉടച്ച് വെച്ച് കൊടുക്കാം. ഇതൊരു പാത്രത്തിൽ വേറെ ആയിട്ട് ഉടച്ച് വെച്ച് ചേർത്ത് കൊടുക്കുകയും ചെയ്യുക. ഇങ്ങനെയും ചേർക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഞാനിവിടെ 4 മുട്ടയാണ്. അതിൻ്റെ മസാലയാണ് 3 സവാള, 2 തക്കാളി. ഇതിനെ ഇട്ട് ഇളക്കരുത്, അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കുക.
ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യരുത്, ഇങ്ങനെ സൈഡിൽ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞക്കരി പൊട്ടിപ്പോവും. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കുലുക്കുക. നടുവിലൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുക്കുക. അപ്പോൾ വേകാനുള്ളതുണ്ടെങ്കിൽ വേഗം അത് ഉടഞ്ഞും പോകത്തില്ല. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് ശകലം നേരം കൂടെ വേവിച്ചെടുക്കാം. ഒന്ന് തുറന്ന് നോക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉടച്ചൊഴിച്ച മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത്, എൻ്റെ അടുത്ത് മല്ലിയില ഇല്ല, അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഗാർണിഷിന് വേണ്ടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒന്ന് തുറന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉടച്ചൊഴിച്ച മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് രസമാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ പറയുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.